Hi students, welcome back. Today we start a new chapter, gravitation. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഫണ്ടമെൻറ്റൽസൊക്കെ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ് ഈ ഒരു ചാപ്റ്റർ. ഇതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കോട് കൂടിയാണ്. നിങ്ങൾക്കറിയാം യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ യൂണിവേഴ്സിൽ മൊത്തം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോയാണ് യൂണിവേഴ്സൽ ലോ. നമുക്കിതിനെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് മാത്രമായിട്ട് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് മാത്രമായിട്ട് പറയാം. മൊത്തമായിട്ട് പറയുമ്പോൾ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് ഈ ലോ പറയുന്നത്? നമുക്കറിയാം ഈ യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സും പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് ഒബ്ജക്ട്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സ് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് ഒബ്ജക്ട്സുകളുടെ മാസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അതുപോലെ അവരുടെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഇതാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. സപ്പോസ് ടു ഒബ്ജക്ട്സ്, ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ് m1 സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ മാസ് m2 ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ രണ്ട് ഒബ്ജക്ട്സിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് r ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ അനുസരിച്ചിട്ട് ഇവിടെ ഈ രണ്ട് മാസുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തൊക്കെ കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2. അതായത് മാസ് കൂടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും, മാസ് കുറയുന്നതിനനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സും കുറയും. അപ്പോൾ ഈ മാസിൻ്റെ പ്രോഡക്ട്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ ഫോഴ്സ് കുറഞ്ഞു വരും, ഡിസ്റ്റൻസ് കുറയുന്തോറും ഫോഴ്സ് കൂടി വരും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എഫ് പ്രൊപ്പോർഷണൽ ടു 1/r². അതായത് ആ രണ്ട് ഒബ്ജക്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് അതിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാമല്ലോ. കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2/r² എന്ന് നമുക്ക് എഴുതാം. എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2/r². ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു ഈക്വൽ ടു സൈൻ ഇടണം. നമുക്കൊരു ഇക്വേഷനായിട്ട് കിട്ടണം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാണ്. ഈക്വൽ ടു സൈൻ ഇടുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ക്യാപിറ്റൽ ജി. ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. എന്താണ് ജി? ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. നമ്മൾ ഓൾറെഡി സ്മോൾ ജി കണ്ടിട്ടുണ്ട്, അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതും ഇതും തമ്മിൽ മാറിപ്പോകരുത്. ഇത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഈ ബാലൻസുള്ള ക്വാണ്ടിറ്റീസ് അതുപോലെ അല്ലെങ്കിൽ m1 m2/r². ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. എഫ് ഈക്വൽ ടു ജി m1 m2/r². m1 m2 എന്ന് പറയുന്നത് ആ ഏത് ഒബ്ജക്ട്സ് തമ്മിലാണോ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് ആ ഒബ്ജക്ട്സിൻ്റെ മാസാണ് m1 m2. ആ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ജിയുടെ വാല്യൂ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ജി എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. എങ്ങനെയാണ് ഈ യൂണിറ്റ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ഈ വാല്യൂ ഒന്ന് ഓർത്ത് വയ്ക്കുക. ജി എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11. ആ യൂണിറ്റ് കാണുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ് യൂണിറ്റ് കാണുന്നത്. നമുക്ക് ജിയുടെ യൂണിറ്റാണ് വേണ്ടത്. അപ്പോൾ ജിയെ മാത്രം അവിടെ നിർത്തുക. ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് ഏതാണ്? m1 m2/r². അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ m1 m2/r² ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ എന്ത് വരും? r² m1 m2
ഇവിടെ ഓൾറെഡി ഒരു എഫ് ഉണ്ട്, അതങ്ങനെ തന്നെ എഴുതി. ഇനി ഈ ആളുകളുടെ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ എഴുതാൻ കേട്ടോ. ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ആറിന് സ്ക്വയർ ഉള്ളത് കൊണ്ട് മീറ്റർ സ്ക്വയർ എന്ന് എഴുതി. എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബൈ M1 M2 മാസാണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇപ്പോൾ 2 മാസം ഉള്ളതുകൊണ്ട് കിലോഗ്രാം സ്ക്വയർ എന്ന് എഴുതി. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. അതായത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ പെർ കിലോഗ്രാം സ്ക്വയർ. അങ്ങനെയാണ് ജിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്ന് വന്നത്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് കണ്ടെത്താനായിട്ട് ഈസിയാണ്. അതായത് ഈ ഇക്വേഷനിലെ ജി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സും നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ജിയുടെ യൂണിറ്റ് കണ്ടെത്താം. അപ്പോൾ ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ഇത്രയാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 2 ബോഡി M1 M2 എന്നാണ് അതിൻ്റെ മാസ് എടുത്തത്. ഇനിയിപ്പോൾ സപ്പോസ് എർത്ത്, ഒരു ബോഡി എന്ന് പറയുന്നത് നമ്മൾ എർത്തായിട്ടും മറ്റൊരു ബോഡി എന്ന് പറയുന്നത് എർത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ എഴുതും. അതായത് ഫസ്റ്റ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ എർത്തായിട്ട് എടുത്തു. എർത്തും എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എർത്തിൻ്റെ മാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ M ആണ് കൊടുക്കുക ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്ലാനറ്റൊക്കെ അതുപോലെ ജൂപ്പിറ്റർ, സാറ്റേൺ അങ്ങനെ പ്ലാനറ്റ്സിൻ്റെ ഒക്കെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ E എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം, എർത്തിൻ്റെ മാസാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ മാസ് നമ്മളെപ്പോഴും സ്മോൾ m ആയിട്ടും എഴുതാറുണ്ട്. അതായത് ക്യാപിറ്റൽ M എഴുതാനുള്ള കാരണം എന്താ, എർത്ത് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ലാർജറാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ M യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ഇങ്ങനെയും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ ഇങ്ങനെയും ഇക്വേഷൻ കാണാം, GMM/r². അപ്പോൾ GMM/r² എന്ന് എഴുതാം. അപ്പോൾ ഈ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസ്, സ്മോൾ m എർത്തിൻ്റെ സർഫസിലുള്ള ആ ഒബ്ജക്റ്റിൻ്റെ മാസ്, R എന്ന് പറയുന്നത് അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഇനി ഈ ഒബ്ജക്റ്റ് എർത്തിൻ്റെ സർഫസിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, എർത്തിൻ്റെ സർഫസിൽ തന്നെയാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കാം, നമുക്ക് എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരെയായിട്ടാണ് ഒരു മാസ് ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്തത്. ഇനി ആ ഒബ്ജക്റ്റ് എർത്തിൻ്റെ സർഫസിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻറ്റർ തൊട്ട് എർത്തിൻ്റെ സെൻറ്റർ തൊട്ട് ആ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് തന്നെ എടുക്കാം, എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് എഴുതാറുണ്ട്, ക്യാപിറ്റൽ R എന്ന് എഴുതാറുണ്ട്. അതെങ്ങനെയുള്ള കേസിലാണ്, എർത്തും എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ GMM/r² എന്ന് എഴുതും. അപ്പോൾ എന്താണോ സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇക്വേഷനിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് F = GM1 M2/r² എന്നാണ്. ഇനി എർത്തും ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ F = GMM/r² എന്ന് എഴുതാം. ഇനി ആ ഒബ്ജക്റ്റ് തന്നെ എർത്തിൻ്റെ സർഫസിലാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താവും, F = G M m/r² എന്ന് വന്നു. അപ്പോൾ ഇത്രയാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ജിക്ക്, അതായത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിന് ഒരു ഡെഫിനേഷൻ എങ്ങനെ പറയും നോക്കാം. അപ്പോൾ ജിക്ക് ഒരു ഡെഫിനേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ് F = GM1 M2/r². ഇതിൽ ഈ 2 മാസം യൂണിറ്റ് മാസമാണെന്ന് അസ്യൂം ചെയ്യാം. യൂണിറ്റ് മാസം എന്ന് പറഞ്ഞാൽ എന്താ, 1 കിലോഗ്രാം വെച്ചിട്ടുള്ള 2 മാസുകളാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ് 1 കിലോഗ്രാം, സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ മാസ് 1 കിലോഗ്രാം. നമുക്ക് എങ്ങനെ ഇതാ M1ഉം M2ഉം എന്താണ് 1 കിലോഗ്രാം ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അവർ തമ്മിലുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്തൊക്കെ മാറ്റം വരും,
എഫ് ഈക്വൽ ടു ജി M1 M2 1 കിലോഗ്രാമാണ്. അപ്പോൾ 1 × 1 എന്ന് പറഞ്ഞ് വേറെ മാറ്റങ്ങളൊന്നുമില്ല, 1 തന്നെയാണ്. ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? എഫ് ഈക്വൽ ടു ജി എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ജി ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് ആ രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോട് ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം? Gravitational constant is defined as the force of attraction between unit masses. യൂണിറ്റ് മാസസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമുള്ള രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം, സെപ്പറേറ്റഡ് വിത്ത് യൂണിറ്റ് ഡിസ്റ്റൻസ്. ആ യൂണിറ്റ് മാസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഡിസ്റ്റൻസ് ആവുകയും വേണം. അപ്പോൾ എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിന് കൊടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ? Gravitational constant is defined as the force of attraction between unit masses. Force of attraction between unit masses separated by unit distance. Separated by unit distance. യൂണിറ്റ് മാസുകളുള്ള രണ്ട് ഒബ്ജക്ട്സ് അവരുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ആര്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ഈ ജിയുടെ ഡെഫിനിഷനായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം പറയാനായിട്ട്. ദെൻ ഈ ജി, ക്യാപിറ്റൽ ജി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്തിനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ് ക്യാപിറ്റൽ ജി എന്ന് നമുക്ക് നോക്കാം. ഈ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ബോഡീസ്. അതായത് ഇതിൻ്റെ സൈസിനെ, ഈ രണ്ട് ഒബ്ജക്ട്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സിൻ്റെ സൈസിനെയോ ഷേപ്പിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ക്യാപിറ്റൽ ജി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് മീഡിയം ഇൻ വിച്ച് ദേ ആർ കെപ്റ്റ്. അതുപോലെ ഈ രണ്ട് മാസുകൾ ഏത് മീഡിയത്തിലാണോ കെപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി ഒന്നും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഈ രണ്ട് ഒബ്ജക്ട്സ്, ഇപ്പോൾ M1 M2 എന്ന് പറഞ്ഞ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. അതിപ്പോൾ എയറിൽ വെച്ചാലും വാട്ടറിൽ വെച്ചാലും വേറെ ഏത് മീഡിയത്തിൽ വെച്ചാലും ജി എന്ന് പറയുന്നത് എന്താണ്? അതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ജിയുടെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ജിയുടെ ഡെഫിനിഷനും അറിയണം, അതുപോലെ തന്നെ ജി എന്തിനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ.